സാധാരണ പറയുന്നു 20 ഡിഗ്രിക്ക് മുകളിലോട്ട് ചരിവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലുള്ള ഒരു 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞ് മഴ ഇതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റീപ്നെസ് 20 കഴിഞ്ഞ് 60-70 ഡിഗ്രി ചരിവ് വരുന്നു. അതേപോലെ തന്നെ മഴകൾ 40 അല്ലെങ്കിൽ 100 അതിന് പരിധി വെച്ചിരിക്കുന്നത് 100 പോയിട്ട് 300-400 വരുന്ന സമയത്തേക്ക് എത്രത്തോളം ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ അവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ചെറിയൊരു ഏരിയ ആയിരിക്കും. താഴേക്ക് വരുമ്പോൾ സൈഡിലുള്ള, കാരണം ഓൾറെഡി സൈഡിലുള്ള മണ്ണും ഇളകാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രിഗറിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് താഴേക്ക് വരുന്നു, സ്റ്റീപ്നെസ് കൂടുതലാണ്. അപ്പോൾ സൈഡിലുള്ള മണ്ണും ഇതെല്ലാം ചേർത്തുകൊണ്ട് വരുന്നു. പിന്നെ അവിടെയാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ അറിയാം കാലാവസ്ഥയെക്കാട്ട് ഉപരി ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇതും കൊണ്ട് നമ്മൾ താഴെ കുറച്ച് വന്നു കഴിയുമ്പോൾ അവിടെയൊക്കെ തേയില പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിട്ട് നമ്മൾ അതിനെ അവിടുത്തെ മണ്ണിനെ ഇളക്കും, അവിടുത്തെ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഈ വെള്ളം എല്ലാം കൂടെ വരുമ്പോൾ അവിടെ നിന്നുള്ള മണ്ണും പാറയും ഇളകാൻ വേണ്ടിയുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണ്, ഈ ഡെബ്രിസിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണ്. വീണ്ടും താഴേക്ക് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പരിവായി താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും മരണം സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞ് എല്ലാവരും വിചാരിച്ചു, അവിടെ ഉള്ളവർ പോലും വിചാരിച്ചു, ഈ അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതിൽ കുറച്ച് പേര് മാറി താമസിച്ചുകൊണ്ട് കുറേ പേർ ജീവൻ രക്ഷപ്പെട്ടു. താമസിച്ചത് എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഓൾറെഡി ഉള്ള ആ പുഴയിൽ കൂടെ അങ്ങ് മണ്ണ് വന്ന് പൊക്കോളും. പക്ഷേങ്കിലും മണ്ണിൻ്റെ അളവ് ഈ പറഞ്ഞ ഡെബ്രിസ്, പാറക്കഷണങ്ങൾ, മരങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ വന്നിട്ട് അതിന് പോകാനൊരു പരിധി കഴിഞ്ഞപ്പോൾ എന്തായി, പ്രകൃതി സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തി ആ റൈറ്റിൽ കൂടെ പോകേണ്ടതിന് പകരം അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ പറഞ്ഞ് മൊത്തം മണ്ണിട്ട് അതാണ് ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. 40 ഇയേഴ്സ് മുമ്പ് നടന്നു വെച്ചാലും അന്നുള്ള വീടുകൾ അന്ന് 17 പേരെങ്ങാണ്ടാണ് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1984 ജൂലൈ 30. അപ്പം അന്നത്തെ വീടിൻ്റെ എണ്ണവും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വിചാരിക്കാൻ തന്നെ ഇതായിരിക്കും. വെസ്റ്റേൺ ഗാർഡ്സ് ഈ പറഞ്ഞ കേരളത്തിൽ മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഈ ജനസാന്ദ്രതയുടെ പ്രശ്നം മാത്രം ആണോ? ഗാഡ്ഗിൽ ആ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഫസ്റ്റ് റിപ്പോർട്ടാണ്. അദ്ദേഹത്തിന് മുമ്പിൽ വേറൊരു റെഫറൻസ് ഇല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പം ഇവർക്കൊരു റെഫറൻസ് ഉണ്ട്, ഡാം പണിയുന്നത്. നമ്മൾ ഡാം പണിയുന്നത് 50 വർഷത്തെ ലൈഫ് ടൈമിലായിരിക്കും നമ്മൾ പണിയുന്നത്. പക്ഷേ 50 വർഷം കഴിയുമ്പം അതിൻ്റെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഡേഞ്ചർ നിലനിൽക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ സംഭവിക്കില്ല എന്ന് കരുതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഷട്ടർ അനിയന്ത്രിതമായി തുറന്നു വിട്ടാൽ ആദ്യം വന്ന് ഇടുക്കി ഡാം എന്നറിയും. അപ്പം വരുമ്പോൾ എന്താണ്, അവിടെ ഇടുക്കി ഡാമിലെ ഈ പറഞ്ഞ ആർച്ച് ഡാമോ അല്ലെങ്കിൽ ചെറുതോണിയല്ല മറ്റേ വലിയ ഡാമോ, അതിന് പക്ഷേ അത് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കാണണമെന്നില്ല. അപ്പോഴാണ് സംഭവിക്കുന്ന അവിടെ അത് ബ്രേക്ക് ആവും. അതിന് തടസ്സം ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണോ? കച്ചിൽ പോയിട്ടുണ്ട്, എർത്ത് ഉണ്ടായി 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അന്ന് 2001 പറഞ്ഞ പോലെ ബോഡികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അവസരങ്ങൾ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രോൺ ടു എർത്ത് ക്വേക്ക് ആയിട്ടുള്ള ഏരിയ അങ്ങനെ എന്തെങ്കിലും തിരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ സേഫ് സോണിലാണ്, നിലവിലെ സേഫ് സോണിലാണ്. കേരളീയരെ സംബന്ധിച്ച് നമ്മളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുനാമിയാണെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഇപ്പം ഈ പറഞ്ഞ സൈക്ലോൺസ്, അതുമായിട്ട് ഈ പറഞ്ഞ തീരദേശക്കാർ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡ് അനുഭവിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം പോരാത്തിന് അടുത്ത കാലത്ത് ചെറിയ ചെറിയ ഭൂചലനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് നമുക്ക് അന്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും തീരദേശ പ്രദേശം ആയതുകൊണ്ട് സോയിൽ ഇറോഷൻ്റെ സാധ്യത കൂടുതലുള്ളൊരു മേഖലയായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അന്ന് അത് പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് എടുക്കാത്തതിൻ്റെ റിസൾട്ടാണോ നമ്മളിപ്പം അനുഭവിക്കുന്നത്? 2024 ജൂലൈ 30 മലയാളികൾ എഴുന്നേറ്റത് വളരെ ഭീതിപ്പെടുത്തുന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 400-ന് മുകളിൽ ആളുകൾ മരിക്കുകയും അത്രയും തന്നെ ആളുകൾക്ക് പലവിധമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഏതാണ്ട് 100-ന് മുകളിൽ ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. എന്തുകൊണ്ടാണ് സാങ്കേതിക വിദ്യ ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഈ കാലത്തും ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത്? ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തത്? കുറഞ്ഞപക്ഷം ആളപായമെങ്കിലും ഉണ്ടാവാതിരിക്കാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കില്ലേ? ഈ വിഷയത്തെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഡോക്ടർ സുനിൽ സാറാണ് നമുക്കൊപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HODയും അവിടുത്തെ പ്രൊഫസറുമാണ് ഡോക്ടർ സുനിൽ. കേരളത്തിൽ നടക്കുന്ന ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ക്വേക്സ് എന്നിവയെപ്പറ്റി പഠനങ്ങൾ നടത്തി വരുന്ന സർ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഹിമാലയത്തിലുമൊക്കെ എക്സ്പെഡിഷൻസിൻ്റെ ഭാഗമായി പോവുകയും അവിടെ നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദീർഘമായ പോഡ്കാസ്റ്റിൻ്റെ ആദ്യ ഭാഗമാണിത്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അത് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്ക് കൂടുതൽ
നല്ല പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചോദനമായിരിക്കും. സമയം കളയുന്നില്ല. ഡോക്ടർ സുനിൽ സുകുമാരൻ ഓൺ ദ കാഷ്വൽ പോഡ്കാസ്റ്റ് വിത്ത് തരുൺ പാർട്ട് 1. എൻജോയ് ദ പോഡ്കാസ്റ്റ്. ദ കാഷ്വൽ പോഡ്കാസ്റ്റ് വിത്ത് തരുണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി വന്നിരിക്കുന്ന വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. ക്യുസാറ്റ്, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HODയും അവിടുത്തെ പ്രൊഫസറുമായ ഡോക്ടർ സുനിൽ സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. സുനിൽ സാർ, വെൽക്കം ടു ദ കാഷ്വൽ പോഡ്കാസ്റ്റ്. നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ഷോ. കാരണം താങ്കളെ വളരെ ചാനലുകളൊക്കെ അടുത്തിടെ കാണുന്നുണ്ട്. വളരെ വിശിഷ്ടനായ വ്യക്തിയാണ് താങ്കളുടെ വിഭാഗത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ താങ്കളെ ഒരു അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷവും അതിനുള്ള നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ. സാറ് കേവലം ഒരു യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഒരു വിഭാഗത്തിൻ്റെ ഒരു HOD മാത്രമല്ല, അല്ലെങ്കിൽ പ്രൊഫസർ മാത്രമല്ല, പലവിധ ഗവേഷണങ്ങളിലും അല്ലെങ്കിൽ എക്സ്പെഡീഷൻസും നടത്തിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്നും കൂടി പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ എലിഫൻ്റ് ഇൻ ദ റൂം അതിനെ തന്നെ അഡ്രസ്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലൂടെയാണ് ദുരന്തം കഴിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിൽ നടന്ന ലാൻഡ് സ്ലൈഡ്. അപ്പോൾ അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പല കാരണങ്ങളൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു മറൈൻ ജിയോളജിസ്റ്റ് എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പം എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് 14-15 ദിവസം കഴിഞ്ഞു നമ്മുടെ ഈ വയനാട്ടിലെ ഇവിടെ ഈ മണ്ണിടിച്ചിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ദാരുണമായ സംഭവം. അതായത് നമ്മൾ ഇത്ര നാളും കേരളം കണ്ടിട്ടുള്ളതിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ദാരുണമായ ഒരു ദുരന്തമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ അതിനെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ മരണനിരക്കുകൾ നമുക്കറിയാം. 412 മുകളിലേക്ക് പോയി. ഇനിയും നൂറുകണക്കിന് ആൾക്കാർ കിട്ടാനുണ്ട്. അവരുടെ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ നമുക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഈ 10-15 ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നമ്മളൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം ഞാനുൾപ്പെടെ ഉള്ള ഭൗതിക ശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ കാലാവസ്ഥ ശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ടവരും ചർച്ചകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് തീരുമാനമെടുക്കേണ്ട ഭരണ നയതന്ത്രജ്ഞരും ചർച്ചകൾ വരുന്നുണ്ട്. നമുക്കിതിനെ നമുക്കിപ്പോൾ അടുത്ത ഒരു കഴിഞ്ഞ 10 വർഷം എടുത്താൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നമ്മൾ ഈ പറഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീരദേശം തൊട്ട് 3 തരത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒന്നും കൂടെ ഞാനെന്നാലും ചോദിച്ച സ്ഥിതിക്ക് സംസാരിക്കാം. തീരദേശ പ്രദേശം, പിന്നെ ഇടനാട്, പിന്നെ മലനാട്. അപ്പം നമുക്ക് തീരദേശം ഇപ്പം ഇതെല്ലാം ഇവിടെ വരുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതേപോലുള്ള ദുരന്തങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ വരുന്ന നമ്മുടെ ഈ കാലാവസ്ഥയും അതുപോലെ മൺസൂൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ പണ്ട് ഇപ്പോൾ ഒരു 2000 മുമ്പൊക്കെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ മൺസൂൺ വരും, ഇതുപോലെയുള്ള മണ്ണിടിച്ചിലുകൾ, അതുപോലെ തന്നെ കടലാക്രമണം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളൊക്കെ അവിടെ ഇവിടെ ചെറിയ തോതിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്നാൽ 2001 നവംബറിൽ തിരുവനന്തപുരത്ത് സംഭവിച്ച അമ്പൂരി മണ്ണിടിച്ചോടുകൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. അതിൽ അന്ന് ഏതാണ്ട് 40 അധികം ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നേരിട്ടതാണ് 2018 വെള്ളപ്പൊക്കം. അതും മഴയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കെല്ലാം അറിയാം. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത വർഷം 2019 പുത്തുമല, ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വളരെ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന് പിന്നെ മലപ്പുറത്ത് പുത്തുമലയും മറ്റേ സ്ഥലപ്പേര് പെട്ടെന്ന് കവളപ്പാറ, അതുതന്നെ 2 സ്ഥലങ്ങൾ. അവിടെ ഓൾമോസ്റ്റ് 47-50 പേരെ അടുത്തോളം മതി. പിന്നെ 2020 കഴിഞ്ഞപ്പം മൂന്നാർ, ഇടുക്കി, മറ്റേ പെട്ടിമുടി ലാൻഡ് സ്ലൈഡ്. പിന്നെ വീണ്ടും 2021 കൂട്ടിക്കൽ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞു. പക്ഷേ ഈ മഴയായിട്ട് ബന്ധപ്പെട്ട്
അതിനുശേഷം ഇതുപോലത്തുള്ള മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ അടിക്കടി വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ IITs എടുത്തു കഴിഞ്ഞാലും പിന്നെ ഐസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്തു കഴിഞ്ഞാലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോളജി കാണും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോ ഫിസിക്സ് കാണും. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മറൈൻ ജിയോളജി ജിയോ ഫിസിക്സ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. പൊതുവെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ഏതൊരു യൂണിവേഴ്സിറ്റികളിലും വെവ്വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മറൈൻ ജിയോളജി ആൻഡ് മറൈൻ ജിയോഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമുദ്രം പഠനം മാത്രമല്ല, നമ്മൾ കരയ്ക്കുള്ള ഇതും പഠിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് സമുദ്രത്തെ പറ്റി കുറച്ച് അഡീഷണലായിട്ട് പഠിക്കുന്നുണ്ട്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ഇതേപോലെയുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കും. അതുപോലെ ജിയോളജിയും ജിയോ ഫിസിക്സ്, അതുപോലെ കടലിലുള്ള അവിടുത്തെ ധാതു കാര്യങ്ങളെപ്പറ്റി പഠിക്കും, മിനറൽസിനെ പറ്റി പഠിക്കും. അതേപോലെ തന്നെ ഇതേപോലെ നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലേക്ക് എർത്ത് ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ സിലബസ് തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തുള്ള പഠനങ്ങൾ, അപ്പം ഹിമാലയം ആയിക്കോട്ടെ, നമുക്കിപ്പം ഈ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്ന തന്നെ ഇന്ത്യയിൽ തന്നെ രണ്ട് പ്രധാന മേഖലകൾ, ഒന്ന് ഹിമാലയവും അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടമാണ്. അപ്പം ഇപ്പം നമ്മളതിൻ്റെ അതിൻ്റെ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഹിമാലയത്തിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ വരാനുള്ള അവിടെയും മഴ തന്നെയാണ് പ്രധാനമായ ഒന്നാമത്തെ കാരണം. അതിന് കൂടാതെ അവിടെ അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ഭൂചലനങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു കാരണമുണ്ട്. പിന്നെ കൂടാതെ ഈ ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയും, അപ്പോൾ അതിൻ്റെ മെൽറ്റിങ് മൂലം ഇതേപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, പശ്ചിമഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അനിയന്ത്രിതമായ മഴ തന്നെയാണ്. അതായത് നമുക്കതൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഴയെന്ന് പറയുമ്പം സാധാരണ ഇപ്പം നമുക്ക് ശരാശരി കിട്ടേണ്ട 20 മില്ലിമീറ്റർ ഒരു 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും അതിൻ്റെ തോത് വർദ്ധിച്ചിട്ട് അതൊരു 115 120 മില്ലിമീറ്റർ ഒരു ദിവസമായി കഴിഞ്ഞാൽ അനിയന്ത്രിത മഴ, ഒരു ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ഹെവി റെയിൻഫോൾസിലേക്ക് പോകും. അപ്പം പക്ഷേ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ പെട്ടുമുടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കവളപ്പാറ ആയിക്കോട്ടെ, പുത്തുമല ആയിക്കോട്ടെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നിരക്കെന്ന് പറഞ്ഞാൽ 300-ന് മുകളിലേക്ക് പോവാണ്. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിൽ ഏതാണ്ട് 570 മില്ലിമീറ്റർ. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് നമുക്ക് ഒരു കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കണക്ക് മനസ്സിലാക്കുന്നതാണ്. അതായത് 1-2 ആഴ്ച കൊണ്ട് കിട്ടേണ്ട മഴ ഒറ്റ ദിവസമായി കഴിയുമ്പം അവിടെ എത്രത്തോളം ആ ഒരു ഏരിയ ഈ വെള്ളം വരുന്നു ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഹില്ലി ടോപ്പാണ്. അവിടുത്തെ പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മൾ വയനാട്ടിലോട്ട് എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇടുക്കിയിലെക്കാട്ടിയൊക്കെ വളരെ കൂടുതലാണ്, സ്റ്റീപ്പാണ്. അപ്പം സാധാരണ പറയുന്നു 20 ഡിഗ്രിക്ക് മുകളിലോട്ട് ചരിവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലുള്ള ഒരു 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുവാണെങ്കിൽ ഈ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞ് മഴ ഇതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സാധാരണ പറയുന്നത്. അപ്പം നമുക്കറിയാം ഇവിടുത്തെ സ്റ്റീപ്നെസ് 20 കഴിഞ്ഞ് 60-70 ഡിഗ്രി ചരിവ് വരുന്നു. അതേപോലെ തന്നെ മഴകൾ 40 അല്ലെങ്കിൽ 100 അതിന് പരിധി വെച്ചിരിക്കുന്നത്, 100-ന് പോയിട്ട് 300-400 ഒക്കെ വരുന്ന സമയത്തേക്ക് എത്രത്തോളം ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതകളൊന്ന്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ലാൻഡ് സ്ലൈഡ് തുടങ്ങുന്നത് ഫോറസ്റ്റിനുള്ളിലാണ്. ഈ പറയുന്ന നമ്മൾ ആൾക്കാർ താമസിക്കുന്ന മേഖലകളുമായിട്ട് വിട്ട് നോക്കുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ അപ്പുറം നടക്കുന്നത്. പക്ഷേങ്കിൽ ഇത് അവിടെ എല്ലാം അവിടുന്ന് ഈ മലയിൽ ഇതേപോലുള്ള പെട്ടെന്നുള്ള 2-3 ദിവസം കൊണ്ട് എക്സ്ട്രീം ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നു. ആ വെള്ളം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുകളിൽ കൂടെ ഒഴുകി വരാം, അതിന് ചാനൽ കാണും. ആ നമ്മുടെ ഈ പറഞ്ഞ പുത്തുമലയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു പഴയൊരു റിവർ ഫ്ലോ ഉള്ളതിൻ്റെ ചുറ്റുവട്ടത്താണ് വീടുകളിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ വെള്ളം വരുന്നു, അതിനുശേഷം അവിടെ ഓൾറെഡി മരങ്ങളുണ്ട്. നമുക്ക് അറിയാം ഇന്ന് ഈ ചെറിയ പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സോയിലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2 to 3 മീറ്ററാണ്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ വയനാട്ടിലൊക്കെ കൂടുതൽ അവിടെ ലാറ്ററൈറ്റിക് ടെറൈൻ അല്ലെങ്കിൽ നമ്മുടെ ചെങ്കല്ല് ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള മഴ പെയ്യുകയും ഈ മഴ ഉള്ളിലോട്ട് ഇറങ്ങി അതിനെ പിന്നെ എന്താ പറയുക നനവ് എടുത്ത് അതിൻ്റെ ഒരു പൂരിതപ്പെട്ടുകൊണ്ട് അത് ഉള്ളിലേക്ക് പനിച്ചിറങ്ങും. അതിനുശേഷം കണ്ടിന്യൂസ് മഴ പെയ്യുകയാണല്ലോ, ഈ പറഞ്ഞ 2-3 ഇത് ഹൈ മഴയുടെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. അപ്പം തൊട്ട് താഴെ ഈ പാറയായിട്ടുള്ള അത് വിടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്കറിയാം, അപ്പം ചോദിക്കാം അവിടെ ഈ നടന്ന സ്ഥലങ്ങൾ മരങ്ങളില്ലേന്ന്.
പക്ഷേ മരങ്ങൾ അവിടെ കാറ്റും അതിൻ്റെ കൂടെ വരുന്നുണ്ട്, അപ്പം മരങ്ങൾ ഇളകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി മണ്ണ് ഈ പിന്നെ പൂരിതപ്പെട്ട് ഇളകാൻ, അപ്പം ഇത് കൂടി ഇത് ഈ മരങ്ങൾ ഇളകുവാണെങ്കിൽ അവിടുന്ന് ഇളകാനുള്ള വീണ്ടും കാരണം മണ്ണും തൊട്ട് താഴെയുള്ള കരിങ്കൽ പാറയായിട്ട് 2, 3, 4 അല്ലെങ്കിൽ 5 മീറ്റർ കനവേ ഉള്ളൂ. അപ്പോൾ ഇളകി അവിടെ നിന്ന് വിട്ടു തുടങ്ങും. അപ്പം ഈ വിടുന്ന മേഖലകളിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടുത്തെ വിദഗ്ധ സംഘം പോയവർ പറയുന്നുണ്ട്, പോയ ഏരിയകൾ വളരെ കുറവായിരിക്കും ഇളകി വരുന്നത്. പക്ഷെ താഴേക്ക് വരുമ്പോൾ വീണ്ടും ഉള്ള നമുക്ക് പറയാം ആ പുത്തുമലയോ മുണ്ടക്കയൊക്കെ മൊത്തം ഈ മണ്ണ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുക. കാരണം ഈ അവിടുന്ന് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ചെറിയൊരു ഏരിയ ആയിരിക്കും, താഴേക്ക് വരുമ്പോൾ സൈഡിലുള്ള, കാരണം ഓൾറെഡി സൈഡിലുള്ള മണ്ണും ഇളകാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രിഗറിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് താഴേക്ക് വരുന്നു, സ്റ്റീപ്നെസ് കൂടുതലാണ്. അപ്പോൾ സൈഡിലുള്ള മണ്ണും ഇതെല്ലാം ചേർത്തുകൊണ്ട് വരുന്നു. പിന്നെ അവിടെയാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ അറിയാം കാലാവസ്ഥയെക്കാട്ട് ഉപരി ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇതും കൊണ്ട് നമ്മൾ താഴെ കുറച്ച് വന്നു കഴിയുമ്പോൾ അവിടെയൊക്കെ തേയില പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിട്ട് നമ്മൾ അതിനെ അവിടുത്തെ മണ്ണിനെ ഇളക്കും, അവിടുത്തെ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം പെട്ടിമുടിയിലും ഇതേപോലൊരു അവസ്ഥ തന്നെയായിരുന്നു അവിടെയും. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അപ്പം അവിടുന്ന് താഴേക്ക് വരുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടത്തിന് വേണ്ടി ഉണ്ട്. അപ്പം മണ്ണുകൾ ഓൾറെഡി അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഈ വെള്ളം എല്ലാം കൂടെ വരുമ്പം അവിടെ നിന്നുള്ള മണ്ണും പാറയും ഇളകാൻ വേണ്ടിയുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുവാണ്, ഈ ഡെബ്രിസിൻ്റെ ക്വാണ്ടിറ്റി കൂടുവാണ്. വീണ്ടും താഴേക്ക് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പരിവായി. കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് മുണ്ടക്കയിൽ നിന്ന് ഇത് ട്രിഗർ ചെയ്ത സ്ഥലത്തേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ സ്റ്റീപ്നെസ് വളരെ കൂടുതലാണ്. അപ്പം തന്നെ അറിയാം ഈ വരുമ്പം. പിന്നെ എത്തിക്കഴിഞ്ഞിട്ട് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും മരണം സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞ് എല്ലാവരും വിചാരിച്ചു, അവിടെ ഉള്ളവർ പോലും വിചാരിച്ചു, ഈ അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് പേര് മാറി താമസിച്ചുകൊണ്ട് കുറേ പേരുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ മാറി താമസിക്കാവുന്നവരും എല്ലാം അവർ താമസിക്കാത്തവർ അവിടെ താമസിച്ചവരെന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഓൾറെഡി ഉള്ള ആ പുഴയിൽ കൂടെ അങ്ങ് മണ്ണ് വന്ന് പൊക്കോളും. പക്ഷേങ്കിലും മണ്ണിൻ്റെ അളവ് ഈ പറഞ്ഞ ഡെബ്രിസ്, പാറക്കഷണങ്ങൾ, മരങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ വന്നിട്ട് അതിന് പോകാനൊരു പരിധി കഴിഞ്ഞപ്പോൾ എന്തായി, പ്രകൃതി സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തി ഇപ്പുറത്തേക്ക്. ഇപ്പം ഒരു പക്ഷേങ്കിൽ ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു വിദഗ്ധ സംഘം പോയിരുന്നെങ്കിൽ പോലും അവർ പറയത്തില്ലായിരുന്നു ഇവിടെ ഇത്രയ്ക്കും ചിലപ്പം വരുമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു സേഫ് പോയിന്റിലാണ് ഇരുന്നത്. പക്ഷേ അത് പ്രകൃതി അതിൻ്റേതായിട്ടുള്ള വഴി കണ്ടെത്തി ആ റൈറ്റിൽ കൂടെ പോകേണ്ടതിന് പകരം അത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ പറഞ്ഞ് മൊത്തം മണ്ണിട്ട് മാറി. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രധാന ഘടകം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കാലാവസ്ഥയും മഴയും തന്നെയാണ്. അതിനുശേഷം പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു പെർസെൻറ്റേജ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 70% അത് തന്നെയാണ്. പക്ഷേ ഒരു ബാക്കിയൊരു 30 വരുന്നതിൻ്റെ അകത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആന്ത്രോപജനിക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആയിട്ടുള്ള ഇടപെടലും കാണും. പിന്നെ ഇതിനെക്കാട്ടി പിന്നെ നമ്മുടെ ഏറ്റവും ഒരു കേരളത്തിൻ്റെ നമ്മുടെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരുപക്ഷെ നിങ്ങൾ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ പശ്ചിമഘട്ടം തുടങ്ങുന്നത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വെസ്റ്റേൺ മഹാരാഷ്ട്രയുണ്ട്, പിന്നെ താഴേക്ക് വന്ന് അതിൻ്റെ അകത്ത് കർണാടകയുടെ കുറച്ച് ഭാഗമുണ്ട്, ഗോവയുണ്ട്, പിന്നെ കേരളം തുടങ്ങുന്നു. കുറച്ച് ഈസ്റ്റേൺ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഉണ്ട്. പക്ഷേ നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് പോയി കൊങ്കണിൽ നിന്ന് പോയി കഴിഞ്ഞാലും കാസർഗോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സ്റ്റേഷൻ കാണുന്ന ഇപ്പം മംഗലാപുരം കഴിഞ്ഞു പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് 50-60 കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കും. ഇതിനിടയ്ക്ക് ജനവാസം ഒന്നും കാണാനുള്ള സാധ്യതയില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയ്ക്ക് ഒരു മണ്ണിടിച്ച് ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആളപായം ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി രത്നഗിരി അതേപോലുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ നമ്മുടെ കേരളത്തിന് അങ്ങനെയല്ല. കാസർഗോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പരപ്പനങ്ങാടി അല്ലെങ്കിൽ വടകര, ഇത് ഓരോ 10-20 കിലോമീറ്റർ കഴിയും. പക്ഷേ ഈ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വീടുകൾ കാണാം. അതേപോലെ അത് മലയോര പ്രദേശത്തായിട്ട് പോയി കഴിഞ്ഞാലും റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഓരോ വീടിന് പിന്നെ 50 സെൻറ്റ് സ്ഥലം 1 ഏക്കർ ഉണ്ടെങ്കിൽ നമ്മൾ തരംതിരിച്ചിട്ട് എല്ലായിടത്തും ആൾക്കാരുണ്ട്. നമ്മുടെ ജീവിതം അപ്പം ഈ പറയുന്ന എൻ്റയർ സ്ട്രെച്ചിൽ എവിടെ ഒരു ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായാലും അവിടുന്ന് മിനിമം ഒരു 4-5 പേര് മരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം വെള്ളത്തിന് പോകാനുള്ള ഏത് വഴിയിലും നമ്മൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്വന്തമായിട്ട് ഒഴുകി പോകണമെന്നുണ്ടെങ്കിലും നമ്മളവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഒരു ഇപ്പോൾ എത്ര സേഫ് സോണിൽ നമ്മൾ മാറ്റി പാർപ്പിച്ചാലും ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ വാർണിംഗ് കൊടുക്കുകയെന്ന് പറഞ്ഞാലും വാർണിങ്ങിൽ എത്രത്തോളം നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, മാറി താമസിക്കും, അതൊരു ഇതാണ്. അത് ഇപ്പം നമ്മൾ കഴിഞ്ഞ മലയാളിയുടെ അല്ല, അത് ഇന്ത്യക്കാരുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. നമുക്കാർക്കും ഒന്നും വരത്തില്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പം നമ്മൾ പോലും എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസാണ് അവസാനം ചില അപായത്തിലേക്ക് പോയി എത്തുന്നത്. പക്ഷേ അതിനെ നല്ല രീതിയിൽ എടുത്ത് മാറി താമസിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് അത് അത്രത്തോളം വിചാരിച്ച് നമ്മുടെ പോയിരുന്നെങ്കിൽ അവരുടെ ജീവനെങ്കിലും ബാക്കി കണ്ടേനെ. അതാണ് ഇത്രയ്ക്കും അതൊരു ധാരണ. പിന്നെ ഇതിൻ്റെ വേറൊരു ഇത് സംഭവിച്ചിരിക്കുന്ന രാത്രിയിൽ വേണം. പെട്ടുമുടി എടുത്തു കഴിഞ്ഞാലും ഇതെടുത്തു കഴിഞ്ഞാലും
അർദ്ധരാത്രിയിലാണ്. അപ്പം അതെ. ഉറങ്ങുന്ന സമയമാണ്. ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങി ഓടിയാൽ പോലും അതിൽ ചിലർ മുകളിലോട്ട് ഓടിയവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റേ താഴോട്ട്, കാരണം രാത്രിയായതുകൊണ്ട് എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല. അപ്പോൾ സേഫ് താഴോട്ട് ഓടാന്നുള്ള രീതിയിൽ അങ്ങനെ ഓടി, അങ്ങനെ ഒത്തിരി മരണകാരണങ്ങൾ സംഭവിച്ചു. പിന്നെ അടുത്ത ദിവസം രക്ഷാപ്രവർത്തകർ എത്താനുള്ള പാലങ്ങൾ ഒഴുകി. അപ്പോൾ അത് ഈ പെട്ടിമുടി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് ഒത്തിരി ഉണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പെട്ടിമുടി ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലായിട്ടും പോയില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മൾ അതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അത് ഫ്യൂച്ചറിലും ഉണ്ടാകും. അത് സാറ് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ വെസ്റ്റേൺ കാർഡ്സ് ഈ പറയുന്ന കേരളത്തിൽ മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഈ ജനസാന്ദ്രതയുടെ പ്രശ്നം മാത്രം ആണോ? അതായത് കഴിഞ്ഞ കുറേ നാളായിട്ട് കേരളത്തിൽ മാത്രം ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്? അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ ഒരു പക്ഷേ ആഗോള തലത്തിൽ വരുന്നതാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം അതിനെ നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ പിന്നെ ഇതിൻ്റെ നമ്മുടെ പ്രകൃതി ലോല പ്രദേശമാണ് വെസ്റ്റേൺ ഘട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, സെൻസിബിളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് കാലാവസ്ഥ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഒരു 30-40% നമ്മളിവിടെ താമസം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു റോഡുണ്ട്, അല്ലെങ്കിൽ ഒരു താമസിക്കാൻ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യും, നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 10-50 വർഷം പ്രകൃതിക്കും അത് വലിയൊരു പ്രതികൂലമായിട്ട് തോന്നുന്നില്ല. പക്ഷേ കുറച്ചാൾ കഴിയുമ്പോൾ അത് ലോങ് ടൈമിൽ റൺ ചെയ്യുമ്പം നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഡാം പണിയുന്നു, നമ്മൾ ഡാം പണിയുന്നത് 50 വർഷത്തെ ലൈഫ് ടൈമിലായിരിക്കും നമ്മൾ പണിയുന്നത്. പക്ഷേ 50 വർഷം കഴിയുമ്പം അതിൻ്റെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഡേഞ്ചർ നിലനിൽക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ സംഭവിക്കില്ല എന്ന് കരുതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതുപോലെ തന്നെയാണ് ഇത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പം ഈ എത്രത്തോളം അവിടെ പിന്നെ വാസയോഗ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ സേഫ് ആണെങ്കിലും അവിടെ പോയി കഴിഞ്ഞിട്ട് ചിലപ്പം 10 വർഷമോ 100 വർഷമോ ഒരു കുഴപ്പവും കാണത്തില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ത്രഷോൾഡ് കഴിയുമ്പം അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ അതിന് സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് വരേണ്ട സാധ്യതയില്ല. പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ പോലെ പെട്ടിമുടിയോ അല്ലെങ്കിൽ ഇപ്പം മുണ്ടക്കയിലൊക്കെ ചിലപ്പോൾ ഉടനെ ഇനിയിപ്പോൾ സംഭവിക്കത്തില്ലായിരിക്കാം. പക്ഷേ കഴിഞ്ഞൊരു 40 years മുമ്പ് ഉണ്ട് സെയിം സ്ഥലത്ത് സംഭവം. അതാണ് ഇവിടുത്തെ വീണ്ടും ഒരു ആക്കം കൂട്ടാനുള്ള വേറൊരു കാരണം അതിൻ്റെ ഈ പറഞ്ഞ ട്രിഗറിങ് പോയിന്റ് താഴെ ഇളകിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മഴയുണ്ട്, മരങ്ങളാടുന്നുണ്ട്, മണ്ണിൻ്റെ തിക്നെസ് കുറവുണ്ട്, അതിൻ്റെ അടിയിൽ അതിൻ്റെ ഫൗണ്ടേഷൻസ് ആകുന്ന സാധനമില്ല. അപ്പം പെട്ടെന്ന് അതിന് കടന്നു പോരും. അപ്പം അതിന് ഈ പറഞ്ഞ പ്രേരിത ഘടകങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ പിന്നെ എന്താ പറയുക, അഡീഷണൽ ആയിട്ട് ട്രിഗറിങ് പോയിന്റ്സും ആണ്. അപ്പം ഒന്ന് മഴ വീണ് ട്രിഗർ ചെയ്യുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കൂടിക്കൊണ്ട്, അതാണ് ഇത്രയ്ക്കും വരാനുള്ളൊരു മെയിൻ കാരണം. നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ, പക്ഷേ ഇതിനെ അതെങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനാണ് അടുത്തിരിക്കുന്നത്. കാരണം ഇതിനെ ഒരു മാതൃകയായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു മാതൃകയായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. അതിനുള്ള എനിക്കൊന്ന് സാമ്പത്തിക സഹായങ്ങൾ വരുന്നുണ്ട്, എത്രത്തോളം അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇപ്പം ഞാൻ ഇതിനോട് ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് 2011 വന്ന ഒരു റിപ്പോർട്ടാണ്. അതിന് അതിൻ്റെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായപ്പോൾ ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും പിന്നീട് അത് എല്ലാവരും മറന്നു, അല്ലെങ്കിൽ അതിനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നു, അതിനെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചുകൂടെ ലീനിയൻ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാക്കി. അപ്പോൾ കേരളം ഫുൾ എനിക്ക് തോന്നുന്നു ആ സോണിലാണ്, അതായത് വേസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സോണിൽ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ സ്റ്റീപ്പായിട്ടുള്ള ഏരിയാസ്, ഇതുപോലുള്ള വയനാട് അല്ലെങ്കിൽ അതുപോലുള്ള ഏരിയാസൊക്കെ നമ്മൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഒരു ഇത് പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളൊരു മോഡേൺ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലേ? അത് അല്ല, ഇതിപ്പോൾ ഇതിനകത്ത് പ്രാക്ടിക്കൽ അല്ലാതൊന്നുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പ്രകൃതിക്ക് എതിരായി വരുന്ന ഒരു കാര്യങ്ങളും ചെയ്തെന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കസ്തൂരിരംഗൻ്റെ ഇതിലേക്ക് വന്നപ്പം അദ്ദേഹം കുറച്ച് ഡെവലപ്മെൻറ്റ്സിന് ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം, അപ്പോൾ അതിന് ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ
ഗാഡ്ഗിൽ ആ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഫസ്റ്റ് റിപ്പോർട്ടാണ്. അദ്ദേഹത്തിന് മുമ്പിൽ വേറൊരു റെഫറൻസ് ഇല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പം ഇവർക്കൊരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം ഇത് മാറ്റാം അല്ലെങ്കിൽ പുതിയതായിട്ട് എഴുതാന്നുള്ളത്, കാരണം പിന്നെ ഗാഡ്ഗിലിനെ സംബന്ധിച്ച് ഓൾറെഡി ഒരു നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ പ്രോസസ്സിനെ നോക്കിക്കൊണ്ട് പുള്ളിക്ക് അതിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ വിട്ടും എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെ ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ച് വെച്ചാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നിലനിൽക്കുമ്പം അതിൽ നിന്ന് അതിൻ്റെ പിന്നെ മറ്റുള്ള ഇപ്പം അവരുടെ ഇപ്പം ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് രീതിയിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിനുമായിട്ട് ഏതൊക്കെ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട്. അപ്പോൾ അവർ ആ രീതി കാണിക്കുമ്പം ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം റിപ്പോർട്ട് എഴുതുന്ന ഇപ്പം നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഇപ്പം ഭരണാധികാരികളാണെങ്കിൽ പോലും നമുക്കറിയാം അവരെല്ലാം വളരെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം ചിലപ്പം ഈ പറയുന്ന നമ്മുടെ ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുമ്പം അവിടെ ഒരു 100-200 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങി വെക്കുന്നത്. കാരണം അവർ അന്നേ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാം ഡെവലപ്ഡാണ് അല്ലെ ഡെവലപ്പിംഗ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് ഇത് 50, 100, 150 വർഷങ്ങളിലേക്ക് ശേഷം നമ്മളിത് അത്ര അല്ലെങ്കിൽ നിൽക്കണമെന്നൊരു ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഓക്കെ കഴിയുമ്പോൾ തട്ടിക്കൂട്ട് അതൊരു നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയുടെ ഭാഗത്ത്. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ അതിന് മെയിനായിട്ട് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇവിടുത്തെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ജീവനൊരു വാല്യൂ ഇല്ല. അതായിരുന്നു ഇപ്പം തരുണൊക്കെ പുറത്തൊക്കെ പോയി ചെയ്യും. നമുക്കിപ്പോൾ അറിയാലോ, ഒരു ട്രാഫിക്കിൽ പോയിട്ട് നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ നിൽക്കാം. അത് നമ്മൾ പോയി കഴിഞ്ഞ ശേഷമേ പക്ഷേ നമുക്കിവിടെ നമുക്ക് ഈ ഇപ്പം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും നമുക്ക് ഇതിനെക്കാട്ടി ഉപരി നമ്മൾ ശരിക്കും ദുരന്തമല്ല നമ്മളെ കാത്തിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സാണെങ്കിലും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല നമ്മുടെ ലൈഫിന്. നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ നമ്മുടെ തലയെ വരച്ചിരിക്കുന്നത് നമുക്ക് ആയുസ്ത്ര ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം ശരി ഇന്ത്യയിലൊരു സിറ്റുവേഷനാണ്. അതിപ്പം ഇത് വരുമ്പം ഈ ഒന്നിച്ച് ഇത്രയ്ക്കും 400-500 പേര് മരിക്കുന്നതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലെയും നമ്മുടെ ഇവിടെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അതിദാരുണമായ ഒരു അല്ലെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയിലാണ്. അത് ശരിക്കും ആ രീതിയിലാണ് ആലോചിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ജീവന് ഒരിക്കലും നമ്മൾ സാധാരണക്കാരായിട്ട് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ ജീവന് വിലയില്ലാത്തടത്തോളം കാലം അത് 1-2 പേര് മരിക്കുമ്പം അതിന് പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ 10-20 ആകുമ്പോൾ അതിന് വാല്യൂസ് വരുന്നുണ്ട്. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഷിരൂർ അർജുൻ്റെ കേസ്, അർജുനത് പ്രത്യേകത വന്നത് വെച്ചാൽ അത് ഇത്തരം രീതിയിൽ ഒരു മരണം സംഭവിച്ചു. പക്ഷേ നമുക്ക് അറിയാം റോഡ് അപകടങ്ങൾ എത്രയോ മരണങ്ങൾ നടക്കുന്നുണ്ട്. അത് കാരണം നമ്മൾ അതിനെ കാണുന്നത് അത് റോഡ് അപകടമല്ലേ, ആ ഒരു കാഴ്ചപ്പാടാണ് വ്യത്യാസം വരുന്നത്. ഇത് മണ്ണിടിച്ച് വീണ കൊണ്ട് അതിനൊരു പ്രത്യേക അപ്പം അത് മാധ്യമങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ആലോചിക്കാതിരുന്നാൽ മരണം അപകട മരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാരണങ്ങളല്ലാതെ കൊണ്ട് വരുന്ന മരണങ്ങൾക്ക് എല്ലാത്തിനും ഒരേ രീതിയിലുള്ള ഒരു വാല്യൂ കൊടുത്താൽ ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അത് ഈ വാഹനാപകടമാണെങ്കിലും ഇതുപോലെ പ്രകൃതി ദുരന്തമാണെങ്കിലും അപ്പം അതിന് ഒരു മരണമാണെങ്കിലും 100 ആണെങ്കിലും നമുക്ക് അതിനെ ഒരേപോലെ അതെനിക്ക് വന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അവർ കാരണം അവിടെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കില്ല. പിന്നെ ഇവിടെ നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ പറയുന്ന മക്കൾക്കോ അല്ലെങ്കിൽ ആരാണ് പോകുന്നത് അവരുടെ മരണപ്പേർ മാത്രം കൊണ്ട് നഷ്ടം വരുന്നു. അതിന് തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക പുനരധിവാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ഗവൺമെൻറ് തലത്തിൽ കിട്ടുന്നു. അതിനുശേഷം അതിനെ എല്ലാവരും മറന്നു പോകുന്നു. ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാതിരിക്കാം അല്ലെങ്കിൽ അറിയാത്തതാണോ, പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നൊരു ശരിക്കും നമ്മൾ എല്ലാവർക്കും ഇത് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാറേ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം മുമ്പ് നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും മറ്റേ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ജിയോളജി അതായത് സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ടോ? മീൻസ് പേഴ്സണലി അല്ല. ഇപ്പം എനിക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് ഇവർ ജിയോളജിസ്റ്റുകൾ ആര് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. ഇവരെല്ലാം പരിസ്ഥിതി ഗവേഷകരാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളിവിടെ ഒരു ലാൻഡ് സ്ലൈഡ് സോണേഷൻ മാപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള മേഖലകൾ തിരിക്കുന്നത്. അപ്പം അത്തരം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അവരാണ് ഇത്തരം മേഖല. അപ്പോൾ ജിയോളജി സർവേയിൽ എന്തെങ്കിലും ഒരാൾ ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. ഇപ്പം അതിനായിട്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോഡൽ ഏജൻസി ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാം ജിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ കീഴിലുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്തുള്ള അത് നേരത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നാഷണൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
അവർ എന്നിട്ട് അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രം, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്, ഇങ്ങനെ പല പല സ്ഥാപനങ്ങൾ, അത് ചെറിയ ചെറിയ ഏരിയയിൽ. പക്ഷേ ഇതിനെല്ലാം ഒരു ആധികാരികമായിട്ട് എൻ്റെയർ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഡേറ്റയും ഇപ്പോഴും അത് ഇപ്പം ഓപ്പൺ നമുക്ക് മറ്റേ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അപ്പം ഇവർ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതെന്താ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അന്നൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രത്തോളമുള്ള ദുരന്തങ്ങളുടെ നിരക്ക് അപ്പോൾ അവർ പക്ഷേ ഇപ്പോൾ ഒരു റിപ്പോർട്ടിന് തയ്യാറാക്കുമ്പം ചിലപ്പോൾ ഇതിനെയൊക്കെ വ്യത്യാസം വേറൊരു കമ്മീഷനെ വെച്ച് തയ്യാറാണ്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, വേറൊരു രീതിയിലേക്കായിരിക്കും. ചിലപ്പോൾ ഇത് രണ്ടിനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇനി പോകുന്നത്. ഓക്കെ. ഇപ്പോൾ സാർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ പോലും കഴിഞ്ഞ, അതായത് 2011 ആ ഒരു ടൈം തൊട്ട് നോക്കുവാണെങ്കിൽ മഴ, കിട്ടേണ്ട മഴ ചിലപ്പോൾ കുറയുന്നു, അടുത്ത വർഷം കുഴപ്പമില്ലാതെ കിട്ടുന്നു. അങ്ങനെ വന്ന് പെട്ടെന്ന് അതായത് 2018 ആയപ്പോഴത്തേക്കും അതുവരെ മഴ കിട്ടിക്കൊണ്ടിരുന്ന ആ പാറ്റേൺ മാറി പെട്ടെന്ന് കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഇയർ അതുപോലെ തന്നെ സംഭവിക്കുന്നു, പിന്നെ വീണ്ടും കുറഞ്ഞു. ഇതൊരു അതിൻ്റെ പാറ്റേൺ തന്നെ ബ്രേക്ക് ചെയ്ത് അൺഈവൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ആകുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്തായിരിക്കും? ഇതിപ്പം ആഗോളതാപനം നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രം ബന്ധപ്പെട്ടതല്ല. ഇപ്പം ഇത് ഈ നമുക്ക് എന്താ പറയുക, ഇതിനെ കണക്ട് ചെയ്യുമ്പം അത് ഈവൻ ധ്രുവങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പം ഇതിനെ ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്ന മെയിനായിട്ട് ഓഷ്യനിലുള്ള ഇത് കറൻസാണ്, അണ്ടർ കറൻസ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ ട്രോപ്പിക്കൽ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ കറണ്ട് ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോയി അതായത് പിന്നെ ഉത്തര ധ്രുവങ്ങളിൽ പോയി അവിടുന്ന് ചെന്ന് കഴിയുമ്പം ഇവിടുന്ന് പോകുമ്പം ഒരുപക്ഷെ ചൂടായിരിക്കും, അവിടെ ചെന്ന് കഴിയുമ്പോൾ തണുക്കും. അത് താഴെ വീണ്ടും തണുത്ത വെള്ളം അതിൻ്റെ സാന്ദ്രത കൂടി താഴേക്ക് പോകുന്നു, വീണ്ടും അത് അണ്ടർ കറണ്ടിൽ കൂടി തിരിച്ച് അന്റാർട്ടിക്കൽ റീജിയനിൽ വന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് അത് അറേബ്യൻ സീയിലോ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലോ മാത്രം കണക്ട് ചെയ്യുന്നതല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ വ്യതിയാനങ്ങൾ ആഗോള താപനത്തിന് ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം കേസുകൾ ഒരു പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നതല്ല, വേറൊരിടത്തിൽ സംഭവിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അപ്പോൾ അവിടെ സംഭവിക്കുന്ന പോലും ഈ ഒരു ഓഷ്യൻ കറണ്ട് പാറ്റേണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് എൻ്റെയർ ഗ്ലോബിൽ സർക്കുലേറ്റ് ചെയ്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതും നമ്മൾക്കിപ്പോൾ അറിയാം. ഇന്ത്യയിൽ തന്നെ പല റിസർച്ച് സ്റ്റേഷൻസ് നമുക്ക് ആർട്ടിക്കൽ ഉത്തര ധ്രുവത്തിലുണ്ട്, ദക്ഷിണ ധ്രുവത്തിലുണ്ട്. അതുപോലെ തന്നെ പല പല രാജ്യങ്ങളും ഈ പറയുന്ന 2 ധ്രുവങ്ങളിൽ അവരുടേതായിട്ടുള്ള റിസർച്ച് സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കൊണ്ടുവെക്കുന്നത് നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരെ അവിടെ പോകാനോ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം അവരവരുടെ ഇങ്ങനത്തെ ഒരു സ്റ്റഡി നടക്കാൻ വേണ്ടി ഏറ്റവും റെഫറൻസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അതാത് മേഖലകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പോയി ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പിന്നെ ഓഷ്യൻ കറണ്ട് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പം പിന്നെ അറേബ്യൻ സീ ആണെങ്കിലും ബേ ഓഫ് ബംഗാളിൻ്റെ അവിടുത്തെ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് അവിടെ ലാൻഡ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ന്യൂനമർദ്ദങ്ങൾ കൂടാനുള്ള അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്യാനുള്ള അതിൻ്റെ ഈ ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഹീറ്റ് വേവ്സിൻ്റെയൊക്കെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഈ മലയാളത്തിൽ ചക്രവാത ചുഴികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഈ അറേബ്യൻ സീൻ്റെ ഭാഗത്താണ്. അതിപ്പോൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത് നമ്മളാണ് അവിടുത്തെ റെഫറൻസ് പോയിന്റ്. അപ്പം അത് ഏറ്റവും മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അത് പിന്നെ അപ്പുറത്ത് സൗത്ത് ഈസ്റ്റ് വരുമ്പം അപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും ഇത് ബാധിക്കാറുണ്ട്. അതായത് പിന്നെ ബേ ഓഫ് ബംഗാളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. അപ്പം ഇതൊക്കെ എവിടെ നടന്നാലും ഇതേപോലെ ഇപ്പം അമേരിക്കയിലും അവിടെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഇതെല്ലാം കണക്ട് ആയതുകൊണ്ട് ഇപ്പം 5 വർഷം കൂടുമ്പോഴാണ് നടന്നെങ്കിൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോഴാണ് വലിയ പ്രശ്നം. പക്ഷേ അത് വർഷങ്ങളിലേക്ക് കൂടി വരുമ്പം പിന്നെ അതുമായിട്ട് കണക്റ്റായി വെള്ളപ്പൊക്കങ്ങൾ അല്ലെങ്കിൽ അത് കണക്റ്റായിട്ട് ഇവിടെ എല്ലാം വീണ്ടും കണക്ഷൻ പ്രശ്നം വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ജീവനാശം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കാഷ്വാലിറ്റി കൂടുന്നു, അതിനനുസരിച്ച് എക്കണോമിക്ക് ചേഞ്ച് ആകുന്നു. അപ്പോഴാണ് നമ്മളെല്ലാം ഇത് ബാധിക്കുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ മോശമാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും തീരദേശ പ്രദേശം ആയതുകൊണ്ട് നമ്മുടെ അതായത് മണ്ണ് സോയിൽ ഇറോഷൻ്റെ സാധ്യത കൂടുതലുള്ളൊരു മേഖലയായിരിക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് ഡീഫോറസ്റ്റേഷൻ മോശമാണെന്ന്, സോയിൽ ഇറോഷൻ നടക്കുന്നു, ജിയോഗ്രഫിയിലൊക്കെയുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും
അന്നൊന്നും അത്ര പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ഈ സമയമാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോഴാണ്. അതെ. അപ്പം നമ്മൾ അന്ന് അത് പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് എടുക്കാത്തതിൻ്റെ റിസൾട്ടാണോ നമ്മളിപ്പം അനുഭവിക്കുന്നത്? അപ്പം അതൊരു പക്ഷേ ആയിരിക്കാം. എങ്കിൽ പോലും നമുക്കിപ്പം നമ്മുടെ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ജനവിന്യാസം കൂടിക്കൂടി വരുവാണ്. നമ്മൾ ഇപ്പം ഇതിപ്പം ഗ്രാമങ്ങളിൽ നിന്ന് മാറി വില്ലേജ് അല്ലെങ്കിൽ വില്ലേജ് ടൗണിൽ മാറി ഇപ്പം ടൗണുകളിൽ പോലും അല്ലെങ്കിൽ സിറ്റികളിൽ പോലും നമുക്ക് താമസിക്കാനുള്ള ഇടയില്ല. ഇപ്പം നമ്മുടെ ജീവിതം ഇപ്പം നമുക്ക് കേരളത്തെ എടുത്താൽ മതി. ബാക്കിയുള്ളിടത്തും അത് സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഇവിടെ പറഞ്ഞ കൊച്ചി, തിരുവനന്തപുരം, തീരദേശ പ്രദേശത്തൊക്കെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ്, നമുക്ക് മറ്റുള്ള ഇപ്പം തമിഴ്നാടോ ആന്ധ്രയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 4 സൈഡിലോട്ട് എക്സ്പാൻഡ് ചെയ്യാം. അതെ അതെ. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ തീരദേശത്ത് നമുക്ക് കടലിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഈസ്റ്റിലോട്ട് നമുക്ക് പോകണം. ഈസ്റ്റിലോട്ട് വരുമ്പം ഈ പറഞ്ഞ തീരദേശത്ത് നിന്ന് മാറി നമ്മൾ ഇടനാടിലേക്ക് വന്നു. ഇടനാടിൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കുപ്പൈഡ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇടനാടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പം അവിടെ മണ്ണിടിച്ചിൽ വന്നാലും അവർക്ക് അവരെ പ്രശ്നമാണ്, മഴ വന്നാലും അവരെ ബാധിക്കും. പിന്നെ ഇതേപോലെ തീരദേശത്തേക്കിട്ട് വന്നു കഴിഞ്ഞാലും ഇത് രണ്ടും കൂടെ വന്നാലും ഇവിടെ ബാധിക്കും. മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ ഇടനാട് കഴിഞ്ഞ് മലനാടിലോട്ട് കയറുമ്പോൾ ഒരു പരിധി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് മുണ്ടക്കയും ചൂരൽമല നിര നോക്കിക്കഴിഞ്ഞാൽ ചൂരൽമല അവിടുത്തെ 500 മീറ്റർ ഹൈറ്റ് എന്തോ ആണ് ചൂരൽമല. അവിടുന്ന് ജസ്റ്റ് 5 കിലോമീറ്റർ അപ്പുറത്തേക്കേ ഉള്ളൂ ഈ നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡ് ട്രിഗർ ചെയ്ത പോയിന്റ്. പക്ഷെ അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 110 അല്ല, ഈ 110 1500 മുകളിലാണ്. അപ്പം ഈ മുണ്ടക്കയും ഇതുമായിട്ട് മാത്രം തന്നെ 1 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത്രത്തോളം സ്റ്റീപ്നെസ് കൂടാം. അവിടെ ആ സ്ലോപ്പിൻ്റെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു മേഖല ഇപ്പം നമുക്ക് ഇത് വെസ്റ്റേൺ ഗട്ട്സ് പോലെ അപ്പുറത്ത് ഈസ്റ്റേൺ ഗട്ട്സും ഉണ്ട് തമിഴ്നാട് അവിടെ. പക്ഷെ അവിടെ ഒന്നും വരുന്നില്ലല്ലോ, കാരണം അവിടുത്തെ സ്ലോപ്പ് വളരെ കുറവാണ്, മഴ കിട്ടുന്നതും കുറവാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോപ്പുകൾ കൂടി, പിന്നെ നമ്മളപ്പം ഇതേപോലെ ഈ തീരദേശത്തു നിന്ന് നമ്മൾ ജനസാന്ദ്രത കയറി പോവാണ്. അപ്പം ഈ മറ്റേ നമ്മുടെ ചൂരൽമലയും മുണ്ടക്കയൊക്കെ വളരെ എനിക്കൊന്ന് നല്ല പ്രകൃതി മനോഹാരിത ഇപ്പോൾ കാണാൻ പറ്റില്ല. അവിടെയൊക്കെ ആൾക്കാർ നല്ല ഇത്ര മനോഹരമായ സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ റിസോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരും ഇപ്പം ഈ ആൾക്കാരും അത്യാവശ്യം നമ്മൾ ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വീടുകൾ ഓരോ ഫാമിലി പിന്നെ എൻലാർജ് ചെയ്യുമ്പം പുതിയ വീടുകൾ വെക്കാം. അവർക്കും ഇവിടുന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് 50 വർഷം അല്ലെങ്കിൽ 40 years മുമ്പ് നടന്നു വെച്ചാലും അന്നുള്ള വീടുകൾ അന്ന് 17 പേരെങ്ങാണ്ടാണ് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1984 ജൂലൈ 30. അപ്പം അന്നത്തെ വീടിൻ്റെ എണ്ണവും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വിചാരിക്കാൻ തന്നെ ഇതായിരിക്കും. ആ സെയിം സ്ഥലത്ത് അത്ര പോലെ ഉണ്ട്, അതേപോലെ ചെറിയ ലാൻഡ് സ്ലൈഡ് ഇപ്പം ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും അന്ന് സംഭവിച്ചത്. പക്ഷേ അന്ന് ആളില്ലാത്തതുകൊണ്ട് അത്ര പേരെ മരിച്ചുള്ളൂ. അപ്പം കാരണം ആൾക്കാർ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം അങ്ങോട്ടൊക്കെ പോയി ചിലപ്പം നമ്മുടെ ഈ ഭാരതപ്പുഴ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭാരതപ്പുഴയൊക്കെ അവിടെ പ്രശ്നമില്ലെങ്കിൽ പോലും ഇപ്പം അതൊക്കെ വളരെ നാരോയിട്ട് ഒഴുകുന്നു. വീട് ഇപ്പം ഈ പറഞ്ഞ പണ്ട് ഒഴുകിക്കൊണ്ട സ്ഥലത്തൊക്കെ ഇപ്പം പാടി ഫീൽഡ് ആയിട്ടുണ്ട്, ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതേപോലെ വീണ്ടും ഒരു മഴ വന്ന് വീണ്ടും കയറുമ്പം വേറെ വെള്ളം ഒഴിപ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഇതേപോലെ മുങ്ങുന്നത് അതൊക്കെ നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തും പലയിടത്തും പണ്ട് നമ്മുടെ കായലല്ല നദിയിൽ ഈ മണൽ ഇത് ചെയ്യുന്ന ഒരു മൈനിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ആണ് അന്നൊക്കെ ഇത്രയും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത അന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. ഇപ്പം അത് സെഡിമെൻറ്റേഷൻ കൂടി വന്നിട്ട് വാട്ടർ അതിന് ഒക്കുപ്പൈ ചെയ്യാൻ വരാതെ അതുകൊണ്ട് ഈ ഫ്ലോ അങ്ങനെയും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ നമ്മുടെ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ മുണ്ടക്കൽ സ്ഥലത്ത് മുണ്ടക്കൈ സ്ഥലത്തും ഈ 1984 നടന്നു, അതായത് 2020 അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ പുത്തുമല നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മണ്ണ് വന്നിട്ട് അവിടെ അടിഞ്ഞ് കിടക്കും അടിയിൽ. അപ്പം അവിടുത്തെ ഈ വെള്ളം ഒഴുകിപ്പോൻ അതിൻ്റെ ഈ പുഴയാണെങ്കിലും പുഴയ്ക്കും ഇതെല്ലാം പെട്ടെന്ന് 2 ദിവസം കൊണ്ടാണല്ലോ ഇത് മാറുന്നത്. അതായത് പിന്നെ ഗ്രാജുവലായിട്ടുള്ള പ്രോസസ് അല്ല. അപ്പം പിന്നെ അടുത്തൊരു 10 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ വരുമ്പം പിന്നെ അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലങ്ങളില്ല. അവിടെ ഒരു ഡാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിഡ്ജ് പോലെ പണിത് വെച്ച് നാച്ചുറലായിട്ട് വന്നതായിരിക്കാം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ വേറൊരു ചർച്ചയിൽ കേട്ടാണ്, നമുക്കിപ്പം മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ വെള്ളം വരുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ അവിടെ ഇത് കൂടുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെയും ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന അടിയിൽ മണ്ണെല്ലാം വന്ന് അടിഞ്ഞിട്ട് അതിൻ്റെ
ഡെപ്ത് കുറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ശരിക്കും അവിടെ കൊള്ളൻ അന്ന് പണിതപ്പോൾ ഉദ്ദേശിക്കുന്ന വാട്ടർ തന്നെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷേ അതിൻ്റെ ആഴം കുറഞ്ഞിട്ട് മുകളിലേക്ക് പോകണം. നമുക്കിപ്പോൾ അറിയാലോ, ചിലപ്പോൾ നമുക്ക് താഴത്തെ ഭാഗം മുകളിൽ അതിൻ്റെ അടിത്തട്ട് മുകളിലേക്ക് പൊങ്ങി വന്നു. അപ്പം വെള്ളം അതിൻ്റെ ഹൈറ്റ് നമ്മൾ ശരിക്കും വിചാരിക്കും മഴ പെയ്യിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതിൻ്റെ അടിത്തട്ട് തന്നെ വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞു. അത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ചർച്ച വരുന്നത് തന്നെ ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണല്ലോ. അതാണ് ഒരു ഏറ്റവും സിമ്പിൾ കാര്യമാണ്. പക്ഷെ അത് സംഭവിക്കുന്നിടത്തോളം കാര്യങ്ങൾ പ്രശ്നമില്ല. പക്ഷെ അതൊന്ന് കൃത്യമായിട്ട് ഇതിനെല്ലാം ഒരു കണക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുവാണെങ്കിൽ അതിനെല്ലാം ഒരു പോംവഴികൾ കിട്ടും. പക്ഷേ ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ ഒരു കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ സാർ അതിനകത്ത് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും ഒരു സംശയം എന്ന രീതിയിൽ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ആണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സാറിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് അപ്പം ഇത്ര ടൈം പീരീഡിന് വേണ്ടിയിട്ടാണ് സാധാരണ ഡാമൊക്കെ പണിയുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒത്തിരി വർഷം ആയിട്ടുണ്ട്. പൊട്ടുകയിലെന്നുള്ള ആ ചർച്ചയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഥവാ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന പോലെ വെള്ളം ഈ പറഞ്ഞ പോലെ ഇത്രയും ജില്ലകൾ ഇതിനാകും അടിയിലാകും എന്ന് പറയുന്നത് അത് എത്രത്തോളം? അത് ഇപ്പം ശരിക്കും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം, നമുക്ക് 2 മെയിൻ ഡാം, ഒന്ന് ഇടുക്കി ഡാം കൊണ്ട് മുല്ലപ്പെരിയാറുണ്ട്. അപ്പോൾ ശരിക്കും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ള വെള്ളം നമ്മൾ തുറന്നു വിടുവാണെങ്കിൽ നമുക്ക് വരുന്നത് ഇടുക്കി ഡാമിലേക്ക് വന്നറിയുന്നത്. ശരിക്കും ഈ പിന്നെ നേരിട്ടത് വേറെ സ്ഥലത്തോട്ട് പോവല്ല, ഇടുക്കി ഡാമിൽ വന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ അവിടെ അത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഇത് വോളിയം കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം സംഭവിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇത് തന്നെ ഷട്ടർ അനിയന്ത്രിതമായി തുറന്നു വിട്ടാൽ ആദ്യം വന്ന് ഇടുക്കി ഡാം എന്നറിയും. അതിന് പക്ഷേ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഇതേപോലെ വല്ലതും ഒരു കലാമിറ്റി നടന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ടായിരിക്കും അവിടെ വന്ന് വെള്ളം നിറയുന്നത്. അപ്പം വരുമ്പോൾ എന്താണ് അവിടെ ഇടുക്കി ഡാമിലെ ഈ പറഞ്ഞ ആർച്ച് ഡാമോ അല്ലെങ്കിൽ ചെറുതോണിയല്ല മറ്റേ വലിയ ഡാം, അതിന് പക്ഷേ അത് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കാണണമെന്നില്ല. അപ്പോഴാണ് സംഭവിക്കുന്ന അവിടെ അത് ബ്രേക്ക് ആവും. അപ്പോഴാണ് ഈ പറയുന്ന എൻ്റയർ കേരളം അല്ലെങ്കിൽ മധ്യ കേരളം മൊത്തം ഇതിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അല്ല, അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഡാമുണ്ട്. പക്ഷേങ്കിൽ അപ്പം ഈ ആൾക്കാർ പറയുന്നത് അതിന് പാരലായിട്ടോ അല്ലെങ്കിൽ അതിന് വേറൊരു ഡാം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഇപ്പുറത്തത് അല്ലെങ്കിൽ വേറെ ഡാം വെച്ചിട്ട് പതുക്കെ വെള്ളം ഇതോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലോ കുറഞ്ഞവിടെ നിൽക്കുമല്ലോ. കാരണം ഓൾറെഡി ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടല്ലോ. അതാണ് പറയുന്നത്. അത് ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പം നമുക്ക് അതിനുള്ള പറഞ്ഞ ഓൾറെഡി ഡാമുണ്ട്, അതിന് പാരലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ വശം എനിക്ക് അറിയില്ല എങ്കിൽ പോലും ഇവരതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം പണ്ടത് ചുണ്ണാമ്പ് കല്ല് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം അതിന് ഒരു പേപ്പറൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി നോക്കിയാണ്. അവർ വളരെ തിക്നെസ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ നല്ല കനത്തിൽ തന്നെയാണ് കോൺക്രീറ്റ് വീണ്ടും ഇതൊരു മറ്റേ എന്താ പറയുക ഒരു ഗ്രാവിറ്റേഷണൽ ഇത് വെച്ച് ഒരു ഫിസിക്കൽ ഇത് നമ്മുടെ പിരമിഡിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടാണ്. അതായത് ഈ സൈഡിൽ വെള്ളമുണ്ട്, ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഫിസിക്സ് ഇത് വെച്ചിട്ട് അത് പോകത്തില്ല, കാരണം വെയിറ്റ് അതിനെ ഇത് ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ലീക്കാണ് നമുക്കുള്ള പ്രശ്നം. അതിനെ പരിഹരിച്ചുകൊണ്ട് അതിന് മുകളിൽ വളരെ തിക്കായിട്ട് തന്നെ കോൺക്രീറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡാമിനെ നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കുറേ റോഡുകളൊക്കെ ഇട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എല്ലാം ഓക്കെയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു പാരലായിട്ടോ അല്ലെങ്കിൽ വേറെ ഡാം സമയമുണ്ട്, അല്ലെങ്കിൽ വേറെ വെള്ളം നമുക്ക് തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അപ്പം പിന്നെ അങ്ങനെ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ട്. അപ്പം അതുകൊണ്ട് സമാധാനമായിട്ട് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കാരണം നമുക്ക് എടിപിടിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് തടസ്സം ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണോ? ആണെന്ന് തമിഴ്നാടിനെ ഇപ്പം അതാണ് ഇപ്പം അവരെ സംബന്ധിച്ചും ഇതിനെന്തെങ്കിലും സംഭവിച്ച് അവരുടെ വെള്ളം കൂടിയല്ലേ മുട്ടുന്നത്. അപ്പോൾ അവർ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് അതിന് ഈ പല 2 സംസ്ഥാനങ്ങളും സെൻട്രലും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ എത്രയോ കോടതിയിൽ ഇരിക്കുന്ന വിഷയം അതൊരു വിഷയമാണ്. അപ്പം അത് പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇതിലൊരു നീക്കം നടക്കാന്നുള്ളത് എനിക്കും വലിയായിട്ട് അതിനെപ്പറ്റി ഒരു ഒരു ഐഡിയ ഇല്ല. പക്ഷേങ്കിൽ ഇതാണ് ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വെള്ളം വന്നറിയാം, നമുക്ക് പെട്ടെന്ന് നേരിട്ട് വരത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ പോകുന്ന വഴിയിലുള്ള ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. അതായത് ആ റൂട്ടിൽ അവൻ്റെ അടുത്തും ഇതുപോലെ ആൾക്കാർ കാണുമല്ലോ. പക്ഷേങ്കിൽ അത്രയും വെള്ളം ഒറ്റയടിക്ക് വരുമ്പം ഇടുക്കി ഡാമിനകത്ത് തടഞ്ഞു നിർത്താനുള്ള ശേഷി കാണില്ല. അപ്പം അതിന് എന്തെങ്കിലും വരും. അപ്പം ഇപ്പം ഇന്നത്തെ കട്ടപ്പന ഭാഗത്ത് ചപ്പാത്തിലൊക്കെ ഇതുമായിട്ട് അവിടുത്തെ കുറേ വെള്ളം അതിലേ പോകുന്നുണ്ട്, അവിടെ ലീക്ക് ആവുന്നുണ്ട്. അപ്പം അവിടെ ഉള്ളവർക്ക് പേടിയായിട്ട് ഇന്നത്തെ ഇതിലേക്കൊക്കെ ഉണ്ട് കട്ടപ്പന ചപ്പാത്ത് ഭാഗത്തൊക്കെ ഇരട്ടയാറോ ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതൊരു
ശരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനൊരു ഇപ്പം കോടതി ഇടപെട്ടാലും ഇല്ലെങ്കിലും അത് അധികാരികൾ അത് സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യേണ്ട. കാരണം അതൊരു ഈ പറഞ്ഞ പോലെ ഇന്നല്ലേ നാളെ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുക. ചോദിച്ചതിനെ കിടക്കുന്നിടത്തോളം വൺസ് ഇതായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അടുത്ത 100-150 വർഷം ആ ചോദ്യത്തിൻ്റെ 2-3 ജനറേഷന് പേടിക്കേണ്ട. സാർ മുമ്പ് ഇതുപോലെ കേരളത്തിൽ ഇതിപ്പം ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇപ്പം സുനാമി വന്നിരുന്നു, ഓഖി അതുപോലുള്ള ഇത് വന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴൊക്കെ സാർ ആ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മലയാളികളുടെ ഒരു റെസിലിയൻസ് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇൻപുട്ട് എങ്ങനെയാണ് ഇതിലേക്ക് എങ്ങനെ അതിജീവിച്ചു, ഇനി ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പം നമ്മുടെ സുനാമി നമുക്കിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് ഫസ്റ്റ് ആ ഒരു അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇവിടെ സുനാമി അടിക്കുമെന്ന്. സുനാമി നടന്നത് പിന്നെ ആൻഡമാൻ നിക്കോബാർ അവിടെ, പിന്നെ അത് മറ്റേ എർത്ത് ബന്ധപ്പെട്ടാണ് സുനാമി വരുന്നത്. അതായത് നമുക്ക് സമുദ്രത്തിനുള്ളിൽ ഒരു പിന്നെ ഇത് ഭൂചലനം ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എർത്തിൻ്റെ ടോപ്പ് ലെയർ അവിടുത്തെ വാട്ടർ കോളത്തെ ഡിസ്റ്റർബ് ചെയ്യും. അതിൻ്റെ സഡനായിട്ടുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മൊത്തം കടലിലെ സമുദ്രത്തിലെ വെള്ളം അതിൻ്റെ ഒരു ഇത് മാറിയിട്ട് അവിടുന്ന് വേവ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ള പ്രദേശത്തെത്തും. അതേപോലെ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് ഇവിടം വരെ എത്താൻ വേണ്ടി 2-2.5 മണിക്കൂറാണ് സുനാമിയുടെ. അപ്പം അന്നൊരു പ്രതീക്ഷിച്ചുമില്ല. അപ്പം ഇതേപോലെ ആൻഡമാനിലൊക്കെ നമുക്ക് ഞാനത് കഴിഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബറിൽ പോയിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ പിന്നെ പോർട്ട് ബ്ലെയറിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മിക്ക സ്ഥലങ്ങളിലും ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ അവർ മുകളിലേക്കൊക്കെ കുന്നിൻ പ്രദേശത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തന്നെ അറിയാവുന്നൊരു AC നാരായണൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇദ്ദേഹം അവിടെ ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന, അപ്പോൾ അതേ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് വന്ന് ഇതേപോലെ ഞാൻ പുള്ളി അവിടെ വെച്ച് കണ്ടത്, അതായത് യാദൃശ്യമായിട്ട് കണ്ടത്. ഞാൻ എയർപോർട്ടിൽ പോയിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടി ബോട്ടിലാണ് ഷിപ്പ്, പിന്നെ അന്ന് അങ്ങോട്ടും ഷിപ്പിൽ പോയി പോർട്ട് ബ്ലെയറിൽ നിന്ന് നിക്കോബാറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഷിപ്പ് പിന്നെ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. എൻ്റെ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പിന്നെ ഷിപ്പിന് വേണ്ടി ഒരാഴ്ച ഞാൻ അവിടെ നിൽക്കണം. അപ്പം അപ്പോഴാണ് ആർമിയുടെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അത് പിന്നെ എനിക്ക് ടിക്കറ്റ് ബാങ്ക് ത്രൂ എടുക്കണം. ഞാൻ എടുത്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ പൈലറ്റ് പറയുന്നു അതിൽ നമ്മൾ കൊണ്ടുപോകത്തില്ല, ഇതിന് വേണ്ടിയുള്ളതാണ്. കാരണം എനിക്കിവിടെ പരിചയമൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോർട്ട് ബ്ലെയറിൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഞാൻ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് പുള്ളിക്ക് എന്നെ അറിയില്ല, ഞാൻ പക്ഷേ എനിക്കറിയാവുന്നതുകൊണ്ട് ചെന്ന് വിളിച്ചപ്പോഴാണ് പുള്ളിക്ക് അപ്പം ഇതുപോലെ ഞാൻ ഇവിടുന്ന് ഉള്ളതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയെ പിന്നെ അത് കഴിഞ്ഞ് അവരോട് സംസാരിച്ച് എന്നെ അവിടെ നിന്ന് കയറ്റുക. അന്നേരമാണ് പുള്ളി അന്ന് അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഈ സുനാമി നടക്കുന്നന്ന് അവിടെ ഉണ്ട്. അദ്ദേഹത്തിനൊന്ന് സംഭവിച്ചു, അദ്ദേഹം രാവിലെ നടക്കാൻ പോകും. അന്ന് എങ്ങനെയോ പുള്ളിക്കാരന് രാവിലെ എണ്ണീറ്റു നടക്കാൻ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരെയും വഴിയിലൊന്നും കാണുന്നില്ല, സ്ഥിരം കാണുന്നവരെ. അപ്പം പുള്ളി വാച്ച് നോക്കിയപ്പം പുള്ളി അന്ന് 5 മണിക്കെന്തോ നടക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ അന്ന് പക്ഷേ 3-4 അങ്ങോട്ട് അറിയാതെ സമയം നോക്കാതെ അങ്ങ് പോയതാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചു ഈ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പുള്ളി മുകളിലേക്ക് കയറിപ്പോയി. ആ സമയത്താണ് സുനാമി വന്ന് തിരിച്ചു വന്നപ്പോൾ മൊത്തം പോയി. അങ്ങനെ പുതിയ രക്ഷപ്പെട്ടിട്ട് പണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ അത് കഴിഞ്ഞ് ആൻഡമാനിലെ കാര്യം ഞാൻ പറഞ്ഞു. കേരളീയരെ സംബന്ധിച്ച് നമ്മളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുനാമി ആണെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇത് ഡെത്ത് റോള് നമ്മൾ ഇൻക്രീസ് ആയിട്ട് വളരെ. അതേപോലെ തന്നെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഇപ്പം ഈ പറഞ്ഞ സൈക്ലോൺസ് എല്ലാ വർഷവും നമുക്ക് വരുന്നത് ഒക്കെ, അതുപോലെ തന്നെ ഒത്തിരി എണ്ണം വരുന്നുണ്ട്. അതുമായിട്ട് ഈ പറഞ്ഞ തീരദേശക്കാർ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡ് അനുഭവിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം പോരാത്തിന് അടുത്ത കാലത്ത് ചെറിയ ഭൂചലനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് നമുക്ക് അന്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് ഭൂചലനമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ ഭൂചലനമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇടുക്കി ഡാമിലൊക്കെ ഭൂചലനങ്ങൾ ചെറുതും വലുതുമായിട്ടൊക്കെ വരുന്നുണ്ട്. അത് 4 മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ എനർജി മാഗ്നിറ്റ്യൂഡ് 4.5-നും വന്നിരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ പഴക്കം കൂടുന്നതും അതേപോലെ ഇപ്പോൾ 4.5 എന്ന് പറഞ്ഞാൽ 4.5 നിൽക്കണമെന്നൊന്നുമില്ല. അത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം, ഇടുക്കി ഡാം പോലെ തന്നെ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ കൊയ്ന എന്ന് പറഞ്ഞ ഡാമുണ്ട്.
അതും ഇതേപോലെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ മഹാരാഷ്ട്ര, കേരളമൊക്കെ സൈസ്മിക്കലി വളരെ സ്റ്റേബിളായിട്ടുള്ള റീജിയൻ എന്നാണ് പണ്ട് വിചാരിച്ചത്. ഒരു 19,500 സമയത്ത് വരെ. പക്ഷേ അതിന് 19 ആ ഒരു 1900 അപ്പോൾ അതിന് ശേഷമാണ് ഈ കൊയ്ന ഡാമിൽ വന്ന ശേഷമാണ് നമുക്കറിഞ്ഞത് ഇതേപോലുള്ള ഈ ഭൂചലനം ഉണ്ടാകുന്നത്. നമ്മൾ ഈ വാട്ടർ ഇമ്പൗണ്ട്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ ലോഡിങ് കൊണ്ട് അത് റീസണാണ്. അത് റീസണാണ്. വാട്ടർ ലോഡിങ് കൊണ്ട് ഭൂചലനങ്ങൾ വരും. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന നമ്മുടെ ഇടുക്കിയിലൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 15, 16 തൃശ്ശൂർ, കുന്നംകുളം, മറ്റേ പാലക്കാടൊക്കെ മൂന്നിനടുത്തുള്ള രണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം കേരളത്തിൽ വരുന്നത് ഈ അവിടെ ഡാമൊന്നുമില്ല. നമുക്ക് ഇപ്പം ചെറിയ ചെറിയ ചലനങ്ങൾ വരുന്നത് മഴയായിട്ട് ബന്ധപ്പെട്ടും വരുന്നുണ്ട്. മഴ വന്ന് നല്ല ഇത് നമുക്ക് കിട്ടുന്ന മഴയെല്ലാം ഇപ്പം വളരെ എക്സ്ട്രീം ഹെവി റെയിൻഫോൾസ്. അപ്പോൾ ഈ നമുക്ക് ഇവിടെ എല്ലാം ഈ ഭൂമിയുടെ പ്രതലത്തിൽ ഒത്തിരി വിള്ളലുകളുണ്ട്. നമ്മൾ സാധാരണ തന്നെ ഭ്രംശരേഖകൾ അല്ലെങ്കിൽ ഫോൾട്ട് സോൺസ് എന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മൾ ഈ റിവറൊക്കെ പെരിയാർ റിവർ അല്ലെങ്കിൽ മെയിൻ റിവറുകളൊക്കെ ഒഴുകുന്നൊക്കെ ഇതേപോലെ ഈ ഫോൾട്ട് സോണുകൾ കൂടെ അല്ലെങ്കിൽ ലീനിയമൻസിൽ കൂടെയാണ്. അപ്പോൾ അത് താഴേക്കും അതിന് പൊട്ടലുകളുണ്ട്. അപ്പോൾ ഈ പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ മഴയുടെ കുറേ അധികം വെള്ളവും കടലിലേക്ക് പോകും. എങ്കിലും ഇത് ഒഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം ഇറങ്ങുന്നുണ്ട്, നമുക്ക് ഈ ലാൻഡ് സ്ലൈഡൊക്കെ പറഞ്ഞ പോലെ. അപ്പം ഈ നമ്മുടെ ഈ ഭൂമിയുടെ പ്രതലം, അതായത് നമ്മളിപ്പം പല പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ക്രസ്റ്റ്. അതുപോലെ ഈ പാളികൾ തന്നെ പല പ്ലേറ്റുകൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഈ പ്ലേറ്റുകളും പല ഡയറക്ഷനിൽ പല റേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിശ, അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വർഷത്തിൽ 4 to 5 സെൻറ്റിമീറ്റർ പെർ ഇയറാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇത് ഇതിന് തൊട്ടടുത്തുള്ള യുറേഷ്യൻ പ്ലേറ്റ് അല്ലെങ്കിൽ യുറേഷ്യൻ ഫലകമായിട്ട് കൂട്ടിയിടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്ലേറ്റ് അടിയിലേക്ക് പോയി മറ്റേത് അതിൻ്റെ മുകളിലോട്ട് ഓവർ ട്രൈഡിങ് എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ട് ഹിമാലയം ഉണ്ടായതും അതൊരു 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷത്തോളം ഹിമാലയത്തിൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് 1 to 2 സെൻറ്റിമീറ്റർ പെർ ഇയർ ഹൈറ്റ് കൂടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൻ്റെ ഈ കുട്ടിയുടെ ഭാഗമായിട്ട് ഈ സ്ട്രെസ് അല്ലെങ്കിൽ മർദ്ദം ഇന്ത്യൻ പ്ലേറ്റിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഹിമാലയൻ മേഖല അല്ലെങ്കിൽ ഡൽഹി ആ നോർത്ത് ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഇതുണ്ട്, കുറവാണ്. പക്ഷേ ഒരു സ്ട്രെസ് ഒരു മിനിമം സ്ട്രെസ് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ മേഖലകളിലൊക്കെ ഇതേപോലുള്ള ഈ ഓൾറെഡി ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ പൊട്ടലുകളും വേറെ ഈ പറഞ്ഞ പോലെ ഭ്രംശരേഖകളുണ്ട്. അപ്പോൾ ഇതേപോലെ മഴ വരുന്നു, അതേപോലെ തന്നെ നമ്മളൊരു വാട്ടർ ലോഡ് ചെയ്യുന്നു, ഈ പറഞ്ഞ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ ഓൾറെഡി ഉള്ള ഇത് ചെറുതായിട്ട് ട്രിഗർ ചെയ്യും. അപ്പം എർത്ത് തന്നെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടൊന്ന് ഷെയ്ക്ക് ഒക്കെ ചെയ്ത് അവിടെ ഇരിക്കും. അങ്ങനെയാണ് നമുക്കിവിടെ എർത്ത് കേക്ക്സ് വരുന്നത്. അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്നതൊക്കെ ഈ കുന്നംകുളം, തൃശ്ശൂർ, പാലക്കാടൊക്കെ വരുന്നത് ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ വന്നിരിക്കുന്നതെല്ലാം നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ സൈസ്മിസിറ്റി കേരളയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴയായിട്ട് ബന്ധപ്പെട്ട് മഴ കഴിഞ്ഞ് മൺസൂൺ കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരെണ്ണമാണ് ഇവിടെ വന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൊയ്നയിലൊക്കെ 6.3 ഒക്കെ വരെ വലിയ എർത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഡാമെല്ലാം അത് വിസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യും. അപ്പം അത് നമുക്കപ്പോൾ ഈ പറഞ്ഞ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏതെടുത്താലും, സുനാമി ആണെങ്കിലും ഓക്കി പോലുള്ള സൈക്ലോൺസ് ആണെങ്കിലും കടലാക്രമണം, അതിൽ തീരദേശം എറോഷൻ ആണെങ്കിലും മണ്ണിടിച്ചിലാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അതേപോലെ ഭൂചലനങ്ങളാണെങ്കിലും മലയാളികൾക്ക് തന്നെയുമല്ല. അപ്പം ഇനി നമ്മൾ ആ രീതിയിൽ അതിനെയും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് ആർക്കിടെക്ചർ ലെവലിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ലെവലിൽ മറ്റേ എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള തന്നെ ബിൽഡിങ്ങുകളാണ് ഇപ്പം മിക്ക ഒരു സർട്ടിഫൈ ചെയ്ത്. ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രോൺ ടു എർത്ത് ക്വേക്ക് ആയിട്ടുള്ള ഏരിയ അങ്ങനെ എന്തെങ്കിലും തിരിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ വരാൻ സാധ്യതയുണ്ട്? ഇപ്പം നമ്മുടെ ഇപ്പം പിന്നെ സൈസ്മിക് സോണേഷൻ മാപ്പ്, ഈ ലാൻഡ് സ്ലൈഡ് സോണേഷൻ മാപ്പ് പോലെ തന്നെ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതാ മേഖലകൾ. അപ്പോൾ പണ്ട് അതിനെ 1 to 5 ആയിട്ടായിരുന്നു. 1 പറയുന്നത് ഒട്ടും ഇല്ലാത്ത സ്ഥലങ്ങൾ, 0 ഇല്ല, 1, 2 കുറച്ചുകൂടി, 3. അപ്പോൾ അന്ന് കേരളം 3 തന്നെയാണ്. 5 ഏറ്റവും കൂടുതൽ. 5 പറയുന്നത് ഹിമാലയം, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഭുജ്, കച്ച്, ആ ഏരിയകളിലൊക്കെയാണ്.
അതേപോലെ 4 പറയുന്ന കുറച്ചും കൂടെ ഡൽഹി, പിന്നെ നമ്മുടെ സെൻട്രൽ ഇന്ത്യൻ ടെക്ടോണിക് സോൺ എന്ന് പറഞ്ഞ് ഈ മധ്യപ്രദേശ് സൈഡിലൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ കേരളം 3ലാണ് ഇരിക്കുന്നത്. ഓക്കെ ഇപ്പം റിവൈസ് ചെയ്ത മാപ്പിൽ ആ 1 എന്നുള്ളത് എടുത്തു കളഞ്ഞു. കാരണം വെച്ചാൽ എല്ലാ മേഖലകളിലും ഇതേപോലെ ചെറിയ രീതിയിലും വരാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ കേരളം ഇപ്പോഴും നിലനിൽക്കുന്ന 3ലാണ്. ഓക്കെ 3 വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മാഗ്നിറ്റ്യൂഡ് 3 to 5 വരാനുള്ള സാധ്യതയുള്ള മേഖലകളിലാണ്. ഞാൻ ചോദിച്ചത് ആ കേരള ആസ് എ ഹോൾ സ്റ്റേറ്റ് എന്ന നിലയിൽ 3ലാണ് കിടക്കുന്നത്. മൊത്തത്തിൽ സെയിം സെയിം ഇപ്പൊ ഈ ഇടുക്കിയിൽ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ തിരുവനന്തപുരം ഭാഗത്ത് കുറച്ച് അല്ല അങ്ങനെ ഇപ്പം അല്ല അങ്ങനെ വന്ന് ഇപ്പം എൻ്റെ ഈ ഒരു സ്ട്രെച്ചിലെല്ലാം മാഗ്നിറ്റ്യൂഡ് 2, 3 എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്നത് മാക്സിമം 4.5 കണക്ക് ഒരു 5-നുള്ളിൽ എന്നുള്ള കൺസിഡർ ചെയ്തിട്ടാണ് എൻ്റെ സ്ട്രെച്ചിൽ ഞാൻ 3. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതുപോലെ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഏരിയാസ് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കുറച്ച് കൂടുതൽ ഇതിപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. കാരണം നമുക്ക് അല്ല സ്റ്റഡിയുടെ പ്രശ്നമല്ല. ഈ സോണേഷൻ തിരിക്കുന്നത് അവിടെയുള്ള നമ്പർ ഓഫ് ഫ്രീക്വൻസി ഓഫ് എർത്ത് ക്വേക്സിൻ്റെയും അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം നോക്കിയിട്ട് നമുക്ക് അത്രമാത്രം ഒരു എർത്ത് ക്വേക്കുകൾ വരുന്നില്ല. ശരി ശരി ഇപ്പം എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പം മണ്ണടിച്ചിലൊക്കെ വരുമ്പോൾ ഇപ്പം അടുപ്പിച്ചെടുപ്പിച്ചായി, പക്ഷേ ആ രീതിയിൽ നമുക്ക് വരുന്നില്ല. വല്ലപ്പോഴൊക്കെ ഇതേപോലെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫ് സോണിലാണ്, നിലവിൽ സേഫ് സോണിലാണ്. ഞാൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, അച്ഛൻ ആർമിയിലായിരുന്ന സമയത്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡെയിലി ബേസിസിലും അതെ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലേക്ക് ആ സ്ഥിരം ഇതായിരുന്നു. ചെറിയൊരു അനക്കം എല്ലാവരും വെളിയിൽ ഇറങ്ങും, കുറച്ച് മാറും, പിന്നെ തിരിച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് 2000 or 2001 കോട്ടയം പ്രദേശത്ത് ഒരു ചെറിയൊരു വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ആ ഭാഗത്ത് കോട്ടയം പ്രദേശത്തൊന്നും അങ്ങനെ വലിയ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കുന്നംകുളത്തുള്ളത് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ സാർ ബേസിക്കലി ഈ സീസ്മിക് ഇതാണ് എൻ്റെ മെയിൻ റിസർച്ച് ഏരിയ. മെയിനായിട്ടും പിന്നെ ഈ ജിയോ ഫിസിക്സിൽ ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് മറൈൻ ജിയോ ഫിസിക്സാണ്. PhD എടുത്തിരിക്കുന്നത് ജിയോ ഫിസിക്സിലാണ്. ജിയോ ഫിസിക്സിൽ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ജിയോളജി എന്ന് വെച്ചാൽ ഭൂഗർഭശാസ്ത്രം, അതുപോലെ ജിയോ ഫിസിക്സ് എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് അത് പോയി നോക്കാൻ നമുക്ക് പറ്റത്തില്ല, ഡ്രിൽ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ടൂൾസോ അല്ലെങ്കിൽ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മുടെ ബോഡി നമുക്കിപ്പം പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ടെമ്പറേച്ചറൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലാണ് എന്തെങ്കിലും പ്രശ്നം, വേദനകളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ ഉള്ളിനെ സ്കാൻ ചെയ്ത് പലതരത്തിലുണ്ട്. അതിനെ പിന്നെ ഗ്രാവിറ്റി ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈസ്മിക് വേവ്സ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എർത്ത് ഉണ്ടാകുന്ന സൈസ്മിക് വേവ്സ് ആണ്, അത് തരംഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമുക്കായിട്ട് എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യും. അപ്പം സാധാരണ പിന്നെ ഈ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോർ ചെയ്ത് നമുക്കിപ്പോൾ പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഒക്കെ തിരിക്കാൻ വേണ്ടി അപ്പം നമ്മൾ അപ്പോൾ ഇതേപോലുള്ള ഡൈനാമിറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് സൈസ്മിക് വേവ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ സ്കാൻ ഈ പറഞ്ഞ പോലെ അതിനെ റിസീവ് ചെയ്ത് ഡേറ്റയൊക്കെ അനലൈസ് എവിടെയൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എർത്ത് ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഉള്ള മേലെയാണ് ജിയോ ഫിസിക്സിൽ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ അതിൽ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് സൈസ്മോളജി ഇസ് റിലേറ്റഡ് ടു എർത്ത് ക്വേക്ക്. അപ്പം ഞാൻ പിന്നെ ഇവിടെ MSc ടെക് ജിയോ ഫിസിക്സ് കഴിഞ്ഞിട്ട് PhD ചെയ്യുന്ന സമയത്താണ് ബോംബെയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം, അതായത് ഭൂമിയുടെ പിന്നെ ഇത് കാന്തിക മേഖല അതുമായിട്ട് റിസർച്ചും അത് ഈ പറഞ്ഞ പോലെ എർത്തിൻ്റെ റിലേറ്റഡും അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് സ്റ്റഡീസും ഉണ്ട്. അപ്പം ഞാൻ അവിടെ ബേസിക്കലി എർത്ത് ക്വേക്ക് റിലേറ്റഡിൻ്റെ ഗ്രൂപ്പിലായിരുന്നു. അങ്ങനെ ഞാനൊരു 18 വർഷം അവിടെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിൻ്റെ നോർത്ത് ഈസ്റ്റ്, ഇപ്പം നോർത്തിലെ എല്ലാ മണിപ്പൂർ, ഐസ്വാൾ, ഇങ്ങോട്ട് ആസാം, അരുണാചൽ എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിമാലയത്തിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. അതുപോലെ കച്ചിൽ പോയിട്ടുണ്ട്. എർത്ത് ക്വേക്ക് ഉണ്ടായി 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അന്ന് 2001 പറഞ്ഞ പോലെ ബോഡികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അവസരങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം അത്തരം ഇതിലാണ് കൂടുതലാണ്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് 2018 ഇതൊരു പിന്നെ അവിടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം, നാട്ടിലോട്ട് വരണം, ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ വരണം, പിന്നെ ഇവിടെ തന്നെ വരണം, കേരളത്തിൽ വരണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നതല്ല. അല്ലാതെ വേറെ ബെനിഫിറ്റോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രം തിരിച്ച് ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ഞാനിപ്പം ആ റിസർച്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ പിന്നെ ഇസ്രോ ഇതിൻ്റെ കീഴിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററുമായിട്ട് ഉള്ള 1-2 പ്രോജക്റ്റ് എനിക്ക് കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങൾ അരുണാചൽ പ്രദേശിലൊരു സ്റ്റഡി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹിമാചൽ പ്രദേശിലെ റീസെൻ്റായിട്ട് ഇവൻ
2023 നടന്ന ജോഷിമട്ട് ലാൻഡ് സ്ലൈഡിനെ പറ്റി കേട്ട് കാണുമല്ലോ. അത് ആ സിറ്റി മൊത്തം പോകുന്നത്. അതിൻ്റെ ശരിക്കും ഞങ്ങളവിടെ ഇവിടെ വന്ന് ഇസ്രോ ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് സാക്കുമായിട്ട് പോയി ഞങ്ങളുടെ പോയിട്ട് അതിൻ്റെ ഒരു ആധികാരികമായിട്ടൊരു റിസൾട്ട് ഇപ്പം കഴിഞ്ഞ ഈ ജനുവരിയിലാണ് വന്നത്. ഞങ്ങൾ തന്നെ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഇത് അമേരിക്കൻ ജിയോ ഫിസിക്കൽ യൂണിറ്റിൻ്റെ കീഴിലുള്ള ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ അതിൻ്റെ സ്റ്റഡിയുടെ റിസൾട്ടെല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഭൂകമ്പ ബാധിത പ്രദേശമാണെങ്കിൽ പോലും അത് അവിടുത്തെ ഇതിൻ്റെ ആ ഒരു സ്പീഡ് കൂടാനുള്ളൊരു മെയിൻ കാരണം 2019 ഓഗസ്റ്റിലൊരു ഹെവി റെയിൻഫോൾ നടന്നിട്ടുണ്ട്, 300 മില്ലിമീറ്ററിന് മുകളിലുള്ള. അതിനുശേഷമാണ് അതുവരെ അതിൻ്റെ അവിടുത്തെ ആ മൂവ്മെൻറ്റ്സ് ഒരു 20 സെൻറ്റിമീറ്റർ പെർ ഇയർ ആയിരുന്നു. ഇതിന് മഴയ്ക്ക് ശേഷം അത് 321 സെൻറ്റിമീറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ സ്പീഡ് നോക്കണം. അതിനുശേഷമാണ് അത് വന്നത്. ഇപ്പം പക്ഷേ അത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അത് മെഷർ ചെയ്ത് അത് സ്പേസ് ജിയോയുടെ സാറ്റലൈറ്റ് ഡേറ്റയും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഒബ്സർവേഷനൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സ്റ്റഡി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ഇവിടെ നാട്ടിൽ വന്നുകൊണ്ട് വെസ്റ്റേൺ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇപ്പം വന്ന സമയത്ത് വലിയ ലാൻഡ് സ്ലൈഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഉള്ളതുകൊണ്ട് കുറച്ച് താല്പര്യം അതിലേക്കും റിസർച്ച് അതിലോട്ട് തുടങ്ങിയിട്ടുണ്ട്.